ഹായ് അസ്സലാമു അലൈക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതാക്കണത് നമ്മൾ നല്ല ടേസ്റ്റോട് കൂടിയ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതാക്കണ നല്ല ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, പൂരിക്ക്, വെള്ളപ്പത്തിന്, പത്തിരി എല്ലാത്തിനും നല്ലോണം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനൊരു 5 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ടുങ്ങാനൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതങ്ങനെ കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കഴിഞ്ഞ് നല്ലോണം ഒന്ന് ഈ നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത് മുറിഞ്ഞു പോകണമെന്ന് നോക്കണം കേട്ടോ. പൊയിഞ്ഞ മുട്ട ആണെങ്കിലും ചിലതിങ്ങനെ ഒന്ന് മുറിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഒന്ന് നോക്കിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാക്കണം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരും. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പോൾ അതാ ഇത്രയും മതി. ഇതൊന്ന് കോരിയെടുക്കട്ടെ. അപ്പോൾ അതാക്കണം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ലേശം വെല്ലുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെല്ലുള്ളി അരിഞ്ഞിട്ടിങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിങ്ങനെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാക്കണം ഒരുപാട് നേരം ഇതിങ്ങനെ ഇളക്കിങ്ങനെ താളിച്ചെടുക്കണം എന്നില്ല കേട്ടോ. ഇതിലേക്ക് അത്യാവശ്യമായി വന്നിക്കുകയാണെങ്കിൽ ഒരു 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം ഒന്നും കൂടിയും ഇളക്കിങ്ങാനും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതൊരു മിക്സിയിലിട്ടിങ്ങാനും അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനെക്കൊണ്ട് നല്ലോണം ഒന്ന് താളി കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലേശം അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഞാൻ പൊതിർത്തിയതൊന്നുമല്ല, നല്ലോണം കഴുകി വൃത്തിയാക്കിങ്ങാനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് താളിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കൊരു മിക്സിയിലിട്ടിങ്ങാനും അരച്ചെടുക്കാം. അപ്പോൾ അതാക്കുന്നത് ഇത്രയും മതി. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കോരി മാറ്റുക. ഇത് കോരി മാറ്റിങ്ങാൻ നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷമേ അരക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടോടൊക്കെ അരക്കാൻ പറ്റൂല. നല്ലോണം ഒന്ന് ചൂട് തണിയട്ടെ. അപ്പോൾ ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത് ആ ചട്ടിയിലേക്ക് തന്നെ ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ജീരകം ഇട്ടുങ്ങാനും ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അതാക്കണം ചൂട് ആറിയതിന് ശേഷം ഞാനൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരച്ചതാണിത്. ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ഇനി അരച്ചതിൻ്റെ ശേഷം ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാക്കണ അരച്ച അരപ്പൊക്കെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കി മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ലേശം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, മുളകും പൊടി ഉണ്ട്, ചിക്കൻ മസാലൻ്റെ പൊടി ഉണ്ട്, ഗരം മസാലപ്പൊടി ഉണ്ട്. അങ്ങനെ എല്ലാ പൊടികളും ഒന്ന് ചേർത്ത് കൊടുത്തുങ്ങാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊന്ന് നല്ലോണം വഴറ്റിയെടുത്ത് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തതിൻ്റെ ശേഷം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ച കോഴിമുട്ട അല്ലേ അതൊന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഈ കോഴിമുട്ട ഇട്ടുങ്ങാനും കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ലേശം തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയിൽ ഞാൻ ചെറിയ ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചെറിയ ഉള്ളിയും തേങ്ങയും കൂടിയാണ് ഞാൻ അരച്ച് വെച്ചത്. അപ്പോൾ വലിയ ജീരകം ഇതിലിട്ട് കൊടുത്തതിനെ കൊണ്ട് ഞാൻ തേങ്ങയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് അപ്പത്തിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പത്തിരിയും വെള്ളപ്പവും പൊറോട്ടയും ഇഡ്ഡലിയും പൂരിയും ദോശയൊക്കെ എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെ ആയിരിക്കും എന്നാലും. അപ്പോൾ ഈ കറിയിലേക്ക് ലേശം മല്ലിച്ചപ്പൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് തിളച്ച് വരണം കേട്ടോ. അത്യാവശ്യമൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ തീ ഓഫാക്കാം. ഈ കറിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിങ്ങനെ ലൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം ഒരു കട്ടി വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതാക്കണം അത്യാവശ്യം ഒരു കട്ടി ഉണ്ട് കേട്ടോ. ഇനി ചൂട് തണിയുമ്പോൾ ഒന്നും കൂടിയും കുറുകി കിട്ടും. അപ്പോൾ അതാക്കണം ഇത്രയും മതി കേട്ടോ.
ഇത് അത്യാവശ്യം കട്ടിയുണ്ടല്ലോ. ഇത്രയും മതി. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.